ഫ്രണ്ട്സ്, വെൽക്കം ടു സിംപ്ലി ഫോക്കസ്. നമ്മൾ ഇന്ന് +1 ഇംഗ്ലീഷിലെ റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ പോയത്തിൻ്റെ പേര് ഇഫ് എന്നാണ്. അപ്പോൾ ഇഫ് എന്ന് പറയുന്ന നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ പോയത്തിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ പ്രധാനപ്പെട്ട കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കീ പോയിൻറ്റ്സ് നോക്കിയിട്ട് പിന്നീട് അത് ഇലാബറേറ്റ് ചെയ്ത് നമുക്കൊരു സമ്മറിയും പറയാം. ആദ്യം പറയുന്നത്, If is a very famous poem. It tells us about the qualities to become a good man. We should believe in our abilities. We should learn from our mistakes. We must consider the rich and the poor alike. We must make good use of the time available. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പോയമാണ്. ഇതിൽ പറയുന്നത് എന്താണ്, ഒരു നല്ല വ്യക്തിക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയാവാൻ നമുക്ക് വേണ്ടുന്നത് എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്ന് ഈ പോയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ എബിലിറ്റീസിൽ, നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റേക്സ്, നമുക്ക് പറ്റുന്ന തെറ്റുകളിൽ നിന്ന് നമ്മളെന്താണ് തിരുത്തി നമ്മൾ പഠിക്കാനും തയ്യാറാവണം. വി മസ്റ്റ് കൺസിഡർ ദ റിച്ച് ആൻഡ് ദ പുവർ അലൈക്ക്. നമ്മൾ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ പണക്കാരെയും, എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ അവരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. വേർതിരിവ് കാണിക്കാതെ, ഡിസ്റ്റിങ്വിഷ് ചെയ്യാതെ നമ്മൾ ഒരേപോലെ അവരെ കൺസിഡർ ചെയ്യണം. അതുപോലെ നമുക്ക് കിട്ടുന്ന ടൈം അതെത്ര വാല്യുബിളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ടൈം നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. സമ്മറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുറച്ചുകൂടെ പോയിൻറ്റ്സ് പറയാം. ആ പോയിൻറ്റ്സ് എഴുതി വെച്ചാലും മതി, നല്ലൊരു സമ്മറി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. എ ജെൻറ്റിൽമാൻ ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ക്യാരക്ടർ. ഒരു നല്ല വ്യക്തിക്ക്, ഒരു ജെൻറ്റിൽമാന് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഹീ ഷുഡ് ബിലീവ് ഇൻ ഹിംസെൽഫ്. അവനെ തന്നെ വിശ്വസിക്കാൻ അവന് പറ്റണം. ഹീ ഷുഡ് ബി പേഷ്യൻ്റ് ഇൻ വെയിറ്റിംഗ്. അതുപോലെ കാത്തിരിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. ക്ഷമയോടെ കാത്തിരിക്കേണ്ട ആ ഒരു ക്വാളിറ്റിയും കൂടി ഒരു പെർഫെക്റ്റ് മാന് ഉണ്ടായിരിക്കണം. ഹീ മസ്റ്റ് നോട്ട് ലിസൺ ടു ലൈസ്. കള്ളങ്ങൾ കേൾക്കാനോ അത് വിശ്വസിക്കാനോ പോകരുത്. ഹീ തിങ്സ് ആൻഡ് ആക്ട്സ് വെൽ. ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ഹീ ഫേസസ് വിക്ടറി ആൻഡ് ഡിഫീറ്റ് ഇൻ ദ സെയിം മാനർ. ഒരു പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ വിക്ടറി ആണെങ്കിലും ഡിഫീറ്റ് ആണെങ്കിലും, വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിനെ ഒരുപോലെ നോക്കിക്കാണുന്ന ഒരാളായിരിക്കും. വിജയം വന്നാൽ അമിതമായിട്ട് ആഹ്ലാദിക്കുകയോ, പരാജയം വന്നാൽ അത് ഒരു തകർച്ചയെന്ന് കരുതി മൊത്തത്തിൽ ഡൗൺ ആയി പോകേണ്ട കാര്യമോ ഇല്ല. രണ്ടും ടെമ്പററിയാണ്. അതുപോലെ തന്നെ അതിന് ഒരേ കണക്ക് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും വേണം. അതേഴ്സ് മേ ട്വിസ്റ്റ് ഹിസ് വേർഡ്സ് ബട്ട് ഹീ നെവർ ടോക്സ് ബാഡ് അബൌട്ട് ദം. പലരും നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ കള്ളങ്ങളോ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ അവരെക്കുറിച്ച് തെറ്റായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് മാൻ ആവാൻ അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽമാൻ ആവാൻ സാധിക്കും. ഇത് ഒരച്ഛൻ ഒരു മകനോട് പറയുന്നതായിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഒരച്ഛൻ മകന് ഉപദേശം കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റീസ് പാലിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് മാൻ ആവാൻ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാവാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീ ഷുഡ് വർക്ക് ഹാർഡ്. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടായിരിക്കണം. ഹീ ഷുഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ഓർഡിനറി പീപ്പിൾ. ഹീ ഓൾസോ കീപ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് കിങ്ലി പീപ്പിൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, പാവപ്പെട്ടവരാണെങ്കിലും അതുപോലെ തന്നെ പണക്കാരാണെങ്കിലും, എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും, ഓർഡിനറി പീപ്പിൾ ആണെങ്കിലും കിങ്ലി പീപ്പിൾ ആണെങ്കിലും അവരോട് ഒരേപോലെയുള്ള ബന്ധം പുലർത്താൻ അവന് സാധിക്കണം. പിന്നെ ദ പോയറ്റ് യൂസസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ലൈക്ക് മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ എക്സെട്ര ഇൻ ദ പോയം. ഈ പോയത്തിൽ നമ്മുടെ പോയറ്റ് ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പേഴ്സോണിഫിക്കേഷനും മെറ്റഫറും എന്താണെന്നറിയില്ലെങ്കിൽ, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തയോ എന്തെങ്കിലും കാര്യത്തിനെ നമ്മളൊരു വ്യക്തിയായി പരിഗണിച്ച് വ്യക്തിയുടെ ക്വാളിറ്റീസ് കൊടുത്ത് വിവരിച്ച് എഴുതുമ്പോഴാണ് അത് പേഴ്സോണിഫിക്കേഷൻ ആവുന്നത്. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആർ പേഴ്സോണിഫൈഡ് ആസ് ടു ഇമ്പോസ്റ്റേഴ്സ്. ഇവിടെ വിജയത്തിനെയും പരാജയത്തിനെയും രണ്ട് വ്യക്തികളായി പരിഗണിച്ചുകൊണ്ടാണ് കവിതയിൽ പറയുന്നത്. രണ്ട് വ്യക്തികളായിട്ടാണ് വിജയത്തിനെയും പരാജയത്തിനെയും ഇവിടെ നമ്മുടെ പോയറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി മെറ്റഫറിൻ്റെ എക്സാമ്പിളാണ് അൺഫൊർഗീവിങ് മിനിറ്റ് ഫോർ ദ ടൈം ദാറ്റ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ,
സമയം എത്ര വാല്യുബിളാണ്, ടൈം എത്ര വാല്യുബിളാണ്, അത് മനുഷ്യന് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് പറയുന്നൊരു എക്സാമ്പിളാണ് മെറ്റഫറിൻ്റെ എക്സാമ്പിൾ. ആ ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. അൺഫൊർഗീവിങ് മിനിറ്റ് ഫോർ ദ ടൈം ദറ്റ് വെയിറ്റ്സ് ഫോർ നോ മാൻ. നമ്മുടെ ഈ പോയത്തിൻ്റെ സമ്മറി കൂടി ആയാൽ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് സമ്മറി ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യാമേ. ഞാൻ പോകുന്നു. ബൈ ബൈ.